ഡേ 2 പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ ദിവസം. അപ്പൊ നിങ്ങൾക്ക് എന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ലപോലെ നീര് വന്നിട്ടുണ്ട്, ഈ നെറ്റിയിലൊക്കെ ഉണ്ട്, പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതൊന്നും കണ്ട അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് മെല്ലെ മെല്ലെ പോയിക്കോളും, കാരണം നമ്മൾ മെഡിസിൻസ് എടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ്. വെള്ളം നല്ലപോലെ കുടിക്കുക, സ്പ്രേ ഹാഫ് ആൻ അവർ കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഈ ചൊറിച്ചിൽ പോലെ ഇവിടെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാൻ ചെയ്തിട്ടുള്ളതൊക്കെ പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ഉറങ്ങുന്ന നേരത്ത് ഭയങ്കര പ്രശ്നമാണ്, കാരണം നമ്മൾ ഈ ബാക്ക് വശം വെച്ചാണല്ലോ ഒക്കെ എടുക്കുക. അപ്പം അതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് ഉറങ്ങി കിട്ടാൻ ഇച്ചിരി ടാസ്ക് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വാഷ്റൂമിൽ പോകണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. കാരണം വീണ്ടും നമ്മൾ പോയി കിടന്നിട്ട് വീണ്ടും ഇതിനെപ്പറ്റി ആലോചിച്ച് വേദനയൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഇരിക്കണം, എന്നാലാണ് ശരിയാവുള്ളൂ. പിന്നെ ഭക്ഷണം ഫുൾ വെജിറ്റേറിയൻ ആണ്, മെഡിസിൻ പ്രോപ്പർ സമയത്ത് എടുക്കുന്നുണ്ട്, സ്ക്രീൻ ടൈം കുറയ്ക്കാൻ നല്ലോണം. നമ്മൾ ഫോൺ അധികം യൂസ് ചെയ്യുന്ന ആൾക്കാരായ കാരണം കൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഫിസിക്കലി ആക്റ്റീവ് ആവാൻ പറ്റില്ല, ഇപ്പൊ ഒരു ബുക്ക് വായിക്കാനും പറ്റില്ല, സിനിമ കാണാനും പറ്റില്ല. അപ്പൊ അറിയാതെ ഫോൺ ഇങ്ങനെ എടുത്തു പോകും. എന്നാലും അതൊക്കെ മാക്സിമം കുറയ്ക്കുക. മെയിൻ പരിപാടി എന്നാൽ നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കണം, ഇതാണ് മെയിൻ പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡെയിലി രാവിലെയും വൈകിട്ടും ക്ലീൻ ചെയ്യണം. അപ്പൊ നമ്മൾ രാവിലെ ചെയ്തു, ഇനി വൈകിട്ട് ഒന്നുകൂടെ ചെയ്യും, ഇത്രേ ഉള്ളൂ. പിന്നെ ഇന്നലെ ഞാൻ ഉറക്കത്തിൽ കൈ അനക്കുന്നതുകൊണ്ട് എൻ്റെ കൈ കെട്ടിയിട്ടാണ് ഉറങ്ങിയത്. കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇത് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഞാൻ നമ്മൾ ചൊറിയ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നമ്മൾ ചെയ്തേക്ക് വരണമാവും. ഇതാണ് ഇത്തിരി ഡിഫിക്കൽട്ടുള്ളൊരു പ്രൊസീജിയർ ഇതിനകത്ത്. അത്രേ ഉള്ളൂ. താങ്ക് യു. അപ്പൊ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം.